welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഈ വീഡിയോ എല്ലാവരും കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ട് നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർക്കാം. റവ കട്ട കെട്ടാതെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. വറുത്തതും വറുക്കാത്തതും ഒക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി റവയൊക്കെ നല്ല പോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർക്കാം. പിന്നെ 1/2 കപ്പോളം കടലമാവും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം. 1 ടീസ്പൂണോളം എള്ളും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നല്ല പോലെ സോഫ്റ്റായി ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കുന്ന സേവനായി എടുത്തിട്ട് ഇതുപോലുള്ള അച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റാർ പോലുള്ള അച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ പതുക്കെ ഒരു അലുമിനിയം ഫോയിലിലേക്ക് ചുറ്റിച്ചെടുത്താൽ മതി. അലുമിനിയം ഫോയിലിൽ ആദ്യം ഒന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കണം. എന്നിട്ട് വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ടുപോരും. ഇനി ഇതുപോലെ നമുക്ക് അലുമിനിയം ഫോയിലിൽ മുഴുവനായിട്ടും ചുറ്റിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഫോയിൽ പേപ്പറിൽ മുഴുവനായിട്ടും ഇതിനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പതുക്കെ ഇതുപോലെ എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരേ സമയം കൂടുതൽ ഇടരുത്. 2ഓ 3ഓ ഒക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പോവും. 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതിനെ മുഴുവനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ റവ കൊണ്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.